നിലവിൽ പുറത്തിറങ്ങിയ സിനിമകളിലെ കേരള ബോക്സ് ഓഫീസ് എത്രയാണെന്ന് നമുക്ക് പരിശോധിച്ചാൽ അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് എഡിഷൻ ആദ്യത്തെ കളക്ഷൻ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ വസനം എത്ര ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ നല്ല സിനിമേന്റെയാണ്. റീസെന്റ് 4 ദിവസം കൊണ്ടാണ് സിനിമ തിയേറ്റർ റിലീസിന് വന്നത്. ഓൾമോസ്റ്റ് 1,95,00,000 സിനിമയുടെ 4 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു മലയാള സിനിമയാണ് നൈറ്റ് പാട്രോളിങ്ങിനെ കുറിച്ച് കഥ പറഞ്ഞു പോകുന്ന നമ്മുടെ ദിലീഷ് പോത്തൻ റോഷൻ മാത്യു സിനിമയായ റോന്ത് എന്ന് പറഞ്ഞ സിനിമ. ഷായ് കബീറാണ് സിനിമയുടെ സംവിധാനവും തിരക്കഥയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ സിനിമകൾ നോക്കുകയാണെങ്കിൽ നായാട്ടുണ്ട്, ഇലവിഴ പൂഞ്ചിരുണ്ട്, ഓഫീസറും ഡ്യൂട്ടിയുണ്ട്, സംവിധാനവും തിരക്കഥയിലും വന്ന സിനിമകളാണ് ഈ പറഞ്ഞതൊക്കെ. എന്തായാലും സിനിമയുടെ 4 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ 2,66,00,000 കാണാൻ സാധിക്കുന്നത്. മറ്റൊരു ചിത്രമാണ് ചോട്ട മുംബൈ എന്ന് പറഞ്ഞ സിനിമയുടെ 4K വേർഷൻ. സിനിമ 11 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രം 3,47,00,000 നേടിയെടുത്തിരിക്കുന്നത്. ഒരു റീ റിലീസ് വന്ന ലാലട്ടൻ സിനിമയുടെ കളക്ഷൻ നിങ്ങൾ ഈ കാണുന്നത്. മറ്റൊരു ആസിഫ് അലി സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 11 ദിവസം കൊണ്ട് സിനിമ 3,85,00,000 സിനിമ കരസ്ഥമാക്കിയിരിക്കുന്നത്. 4 കോടിയിലോട്ട് പോവുകയാണ് സിനിമ നാളത്തെ കളക്ഷൻ കൂടി വരുമ്പോൾ ഓൾമോസ്റ്റ്. മറ്റൊരു ടൊവിനോ തോമസ് സിനിമയാണ് നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ. 25 ദിവസം കഴിയുകയാണ് സിനിമ തിയേറ്റർ റിലീസിന് വന്നിട്ട്. പടം ഉടൻ തന്നെ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസിന് പോവുകയാണ്. എന്തായാലും ജൂലൈ ഫസ്റ്റ് വീക്ക് ആയിട്ട് അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റ് വീക്ക് ആയിട്ടായിരിക്കും സിനിമയുടെ OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം സിനിമ ഓൾമോസ്റ്റ് 25 ദിവസത്തെ തിയേറ്റർ റൺ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഓൾമോസ്റ്റ്. കേരളത്തിൽ മാത്രം 25 ദിവസം കൊണ്ട് 17 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. മറ്റൊരു ദിലീപേട്ടൻ സിനിമയാണ് നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ. സിനിമ തിയേറ്റർ റിലീസിന് വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 40 ദിവസം ആവാൻ പോവുകയാണ്. 39 ദിവസം കണക്കായിട്ട് പറയുകയാണെങ്കിൽ 40. കേരള ബോക്സ് ഓഫീസിൽ മാത്രം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ 17.28 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 17,28,00,000. നിലവിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ OTT റിലീസ് ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ZEE5 ആയിട്ട്. ഈ വരുന്ന ജൂൺ 20-ാം തീയതി സിനിമ ZEE5 പല ഭാഷകളിലായിട്ട് OTT റിലീസിന് പോവുകയാണ്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ OTT റിലീസിനായിട്ട്. സിനിമ ഫൈനൽ റണ്ണിങ്ങിലാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ സിനിമകളെ കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ട്. അത് മാത്രമല്ല റോന്ത് സിനിമയുടെ റിവ്യൂ ആവശ്യപ്പെടുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, അല്ലെങ്കിൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും റോന്ത് സിനിമയുടെ റിവ്യൂ. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ടും കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ടും റിവ്യൂവിനായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക സ്റ്റോക്ക് സീരീസ് ചാനൽ.